ഹായ് എവരിവൺ, നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫങ്ഷൻസിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓൾ ഫങ്ഷൻസ് ആർ റിലേഷൻസ്. എല്ലാ ഫങ്ഷൻസും എന്തായിരിക്കും? റിലേഷൻസ് ആയിരിക്കും. ബട്ട് എല്ലാ റിലേഷൻസും എന്താവില്ല? ഫങ്ഷൻസ് ആവില്ല. എല്ലാ ഫങ്ഷൻസും എന്തായിരിക്കും? റിലേഷൻ ആയിരിക്കും. പക്ഷേ എല്ലാ റിലേഷൻസും എന്താവില്ല? ഫങ്ഷൻസ് ആവില്ല. കോൺവേഴ്സ്ലി ട്രൂ ആവില്ല. ഓക്കെ. Next, if the domain and range of function is the set of real numbers R or its subset, then the function is called a real functions. അതായത് ഒരു ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചും സെറ്റ് ഓഫ് റിയൽ നമ്പറിൻ്റെ സെറ്റോ അല്ലെങ്കിൽ സബ്സെറ്റോ ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും? റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. If the domain and range of a function is the set of real numbers R or its subset, then it is a function is called a real function. If the range of the function is the set of real numbers R or its subset, then it is function is called a real valued. റേഞ്ച് റിയൽ നമ്പറിൻ്റെ ആണ് അല്ലെങ്കിൽ സബ്സെറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ റിയൽ വാല്യൂഡ്. ഡൊമൈനും റേഞ്ചും ആണെങ്കിൽ റിയൽ ഫങ്ഷൻസ് പറയും. റേഞ്ച് മാത്രമാണെങ്കിൽ അതിനെ റിയൽ വാല്യൂഡ് എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം എന്താണ് റിയൽ ഫംഗ്ഷൻ. ഇനി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പറയും റിയൽ ഫംഗ്ഷൻ ആണോ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. അതായത് ഡൊമൈനും ഒരു റിയൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എപ്പോഴും എന്തായിരിക്കും? ആറായിരിക്കും. ഇനി അത് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. അത് റിയൽ നമ്പറിലല്ല ഡിഫൈൻ ചെയ്തെങ്കിൽ ഡൊമൈൻ എന്തായിരിക്കും? ആർ മൈനസ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അത് ഞാനൊന്നും കൂടി എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഫംഗ്ഷൻ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ ആൻഡ് ഇറ്റ് സബ്സെറ്റ്, ദെൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് റിയൽ ഫംഗ്ഷൻ. ഇഫ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ ഓർ ഇറ്റ് സബ്സെറ്റ്, ദെൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കൺസിഡർ ദ റിയൽ ഫംഗ്ഷൻ. അപ്പോൾ റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൊമൈനും റേഞ്ചും എന്താണ്? ഡൊമൈനും റേഞ്ചും റിയൽ നമ്പറിൻ്റെ സെറ്റാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - 2x. ഫൈൻഡ് എഫ് ഓഫ് -1 ആൻഡ് എഫ് ഓഫ് 2 ആൻഡ് ഫൈൻഡ് എക്സ് ഇഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് -1 കാണണം. എഫ് ഓഫ് -1 കണ്ടുപിടിക്കാണ്ട് എന്ത് ചെയ്യണം? എക്സ് നമുക്കറിയാം എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 - 2x ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? -1 ഇട്ട് കൊടുത്താൽ മതി. 1 in -2 -2 into -1, then 1 + 2 that's equal to 3 എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് -1 എന്ത് വരും? നമുക്ക് 3 കിട്ടും. മനസ്സിലായോ? ഇനി എഫ് ഓഫ് 2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് 2 is equal to 1 - 2 into 2. എക്സിന് വരെ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. 2 into 2 that's equal to 1 - 4. 1 - 4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? -3 കിട്ടും. എന്താണെന്ന് വെച്ചാൽ -3 ആണ്. അപ്പോൾ എഫ് ഓഫ് 2 നമുക്ക് എന്ത് കിട്ടി? -3 കിട്ടി. ഇനി ഫൈൻഡ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. എഫ് ഓഫ് എക്സ് -1 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്താ? 1 - 2x ആണ്. 1 - 2x is equal to -1 ആണ്. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? -2x is equal to 1 അങ്ങോട്ട് വിടും. -1 അപ്പോൾ -2x is equal to -2 എന്ന് കിട്ടി. ദെൻ എക്സ് is equal to നമുക്ക് എന്ത് കിട്ടും? -2/-2 that's equal to 1 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ. എന്താണ്? നമുക്ക് എഫ് ഓഫ് എക്സ് is equal to -1 തന്നേക്കുന്നത്. അപ്പോൾ 1 - 2x is equal to -1. ദെൻ -2x is equal to ഈ 1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ -1 വരും. -1 നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഞാൻ ക്യാൻസൽ ചെയ്യാം. -2x is equal to -2x is equal to -2 എന്ന് കിട്ടും. ഈ മൈനസ് നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. ഓർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാണാം. അപ്പോൾ x is equal to -2/-2 that's equal to 1 എന്ന് കിട്ടും. അടുത്ത പ്രോബ്ലം, consider the real function f of x equal to x square plus 2x plus 3 2x plus 3 divided by x square minus 8x plus 2. Find the value of x. Find the value എന്നാണ്. Find the value of x. Find the value of x if f of x equal to 1. Find the domain of f. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ റിയൽ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? റിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ റിയൽ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റിയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൊമൈൻ ആൻഡ് റേഞ്ച് ഇസ് എ സെറ്റ് ഓഫ് റിയൽ നമ്പർ ഓർ സബ്സെറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡൊമൈൻ നമുക്ക് R- ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ വേണം. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ടുണ്ട് ഈ ഡിനോമിനേറ്ററിന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഇസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താകും? 1 ആയതുകൊണ്ട് ഇത് തന്നെ വരും. എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയർ എന്തായിപ്പോൾ കട്ട് ചെയ്ത് പോകും. ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് പോകും. പ്ലസ് 2x ഉണ്ട്. ഈ 8x ഇങ്ങോട്ട് വരും. അപ്പോൾ പ്ലസ് 8x ആകും. ആൻഡ് ഇവിടെ 12 ഉണ്ട്. പ്ലസ് 3 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 3 ആകും. ഈ 8 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10x ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. അപ്പോൾ x ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 9/10 എന്ന് കിട്ടും. ഇതാണ് ഒരു ആൻസർ, 9/10. മനസ്സിലായോ? എന്താ ചെയ്തത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഇസ് ഈക്വൽ ടു 1. ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് കിടക്കും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. ഈ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു 2x ഉണ്ട്. ഇവിടെ പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 2x മൈനസ് 8x ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 8x വരും. അതായത് എക്സിൻ്റെ ടേംസിനെല്ലാം LHSലേക്ക് കൊണ്ടുവരിക. ആൻഡ് 12 മൈനസ് 3 ദെൻ 8x പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 10x ഇസ് ഈക്വൽ ടു 9 ആണ്. സോ എക്സ് ഈക്വൽ ടു 10/10. ഇനി ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് എന്താണ്? നമുക്ക് ഡിനോമിനേറ്റർ എടുക്കാം. ഡിനോമിനേറ്റർ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 നോട്ട് ഈക്വൽ ടു 0. നമുക്കറിയാം ഇതൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ റിയൽ ഫംഗ്ഷനാണ്. അതിൻ്റെ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അപ്പോൾ 0 ആകുമ്പോഴത്തേക്ക് എന്താ? ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതാവുമല്ലോ. ഇവിടെ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആണ് അല്ലേ? ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഇസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 8 കിട്ടും. നമ്പർ ഏതാണ്? 8 എക്സ് മൈനസ് 6 എക്സ് മൈനസ് 2 ആണ് അല്ലേ? മൈനസ് 6 ഇൻറ്റു മൈനസ് 2 പ്ലസ് 12 മൈനസ് 6 പ്ലസ് മൈനസ് 2 മൈനസ് 8. ഇങ്ങനെ നോക്കിയാൽ മതി. ഫാക്ടറൈസേഷൻ മെത്തേഡ് കേട്ടോ. മൈനസ് 6 ഇൻറ്റു മൈനസ് 2 12 മൈനസ് 6 പ്ലസ് മൈനസ് 2 മൈനസ് 8 ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 6 എക്സ് നോട്ട് ഈക്വൽ ടു 2. എക്സ് 6 2 അല്ലാത്ത വേണം ഡൊമൈൻ വരാണ്ട്. അപ്പോൾ ആർ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് 2 6 എക്സ് 2 6 അല്ലാത്ത ഏത് നമ്പർ വന്നാലും ഡൊമൈൻ ആയിരിക്കും. കാരണം 2 6 വന്നാൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് 0 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണേണ്ടത്? ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4. സെയിം നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ എന്തെടുക്കാം? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 നോട്ട് ഈക്വൽ ടു 0. അതായത് ഇതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0. അതായത് എക്സ് മൈനസ് 4 നോട്ട് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 4, എക്സ് മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0, ദെൻ എക്സ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ 4ഉം 1ഉം അല്ലാത്ത ഏതും ഡൊമൈൻ വരാം. അപ്പോൾ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് ആണ് ആർ മൈനസ് 1 4 ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം ഡൊമൈനായിട്ട് വരാൻ പറ്റും. സോ ഡൊമൈൻ ആർ ഇസ് ഈക്വൽ ടു 1,4. അടുത്തത്, consider the real function f of x equal to x plus 2 divided by x minus 2. Find the domain and range of the function. Prove that f of x into f of minus x plus f of 0 is equal to 0. Here domain and range ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൊമൈൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? ഡിനോമിനേറ്റർ എടുക്കുക. എക്സ് മൈനസ് 2 നോട്ട് ഈക്വൽ ടു 0, എക്സ് നോട്ട് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർ മൈനസ് 2 ആണ്. ആറിന്ന് എന്ത് കുറയ്ക്കണം? 2 കുറച്ചിട്ടുള്ളത് ആർ മൈനസ് 2 ആണ്. ഇനി നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എടുക്കാം? y is equal to x plus 2 divided by x minus 2 എന്ന് എടുക്കണം. x plus 2 divided by x minus 2. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ y യുടെ ടേമിലേക്ക് ഇനി മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് ഈ താഴെയുള്ളതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം.
y into x minus 2 is equal to x plus 2. yx minus 2y is equal to x plus 2. ഇനി എക്സിൻ്റെ ടേമിനെ ഒരുമിച്ചാക്കാം. yx മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2y മൈനസ് പ്ലസ് 2y പ്ലസ് 2. ഈ മൈനസ് 2 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 2y. ഇവിടുന്ന് എക്സ് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? y മൈനസ് 1 കിട്ടി. ആൻഡ് ഇവിടുന്ന് ഒരു 2 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ y പ്ലസ് 1 കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു y പ്ലസ് 1 ഡിവൈഡ് ബൈ y മൈനസ് 1. 2 ഇൻറ്റു y പ്ലസ് 1 ഡിവൈഡ് ബൈ y മൈനസ് 1. അപ്പോൾ എക്സ് ഈസ് ഡിഫൈൻഡ് ഓൺലി വെൻ y ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ. ഇനി നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എടുക്കുക. അവിടെ എന്താ? y മൈനസ് 1 ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അപ്പോൾ y നോട്ട് ഈക്വൽ ടു 1 ആവരുത്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ഇസ് ഈക്വൽ ടു r മൈനസ് 1 ആണ് വരുന്നത്. കണ്ടോ? റേഞ്ച് ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ ഡൊമൈൻ ഇസ് ഈക്വൽ ടു r മൈനസ് 2 എന്ന് കിട്ടി. റേഞ്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? r മൈനസ് 1 എന്ന് കിട്ടി. സോ ഇങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റേഞ്ച് കാണുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് അത് x ഈക്വൽ ടു എന്നുള്ള ടേമിലേക്ക് ആക്കുക. x ഈക്വൽ ടു വൈയുടെ ടേമിൽ ഇവിടെ x ഡിപ്പെൻഡൻറ്റും y ഇൻഡിപെൻഡൻറ്റുമായിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഡിനോമിനേറ്റർ എടുക്കുക. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പോൾ y 0 ആവണമെങ്കിൽ y ഒരിക്കലും എന്താവരുത്? 1 ആവരുത്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ റിയൽ നമ്പറും റേഞ്ചിൽ വരും. ഓക്കെ, താങ്ക് യു.